വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളെ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. യാതൊരുവിധ പൈസയും ചിലവാക്കേണ്ട കാര്യം നമുക്കില്ല കേട്ടോ. നമുക്കറിയാം മാർക്കറ്റിൽ കുറേ സാധനങ്ങൾ കിട്ടും ക്ലീൻ ചെയ്യാനുള്ള ക്ലീനറുകൾ. പക്ഷെ അതിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? നല്ല വില കൊടുക്കണം. നല്ല പോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ടോയ്ലറ്റ്. കണ്ടോ, ഈ ഒരു കളറായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പഴയ ടോയ്ലറ്റും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മകൾ എന്തായാലും ഉണ്ട്. പക്ഷേ ഉള്ളത് കുറച്ച് നല്ല ഭംഗിയിൽ വൃത്തിയിൽ കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉള്ള 2 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാട്ടോ എൻ്റെ ടോയ്ലറ്റ് ഞാൻ കഴുകൽ. അപ്പോൾ ഇങ്ങൾക്കും അതേപോലെ തന്നെ ചെയ്യാം. കാരണം ഇന്ന് മാർക്കറ്റിൽ നിന്ന് കുറേ സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നുണ്ട്, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനും ബാത്റൂം ക്ലീൻ ചെയ്യാനൊക്കെ. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമല്ല കേട്ടോ. നമ്മളെ വീട്ടിലുള്ള 2 സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്ക് നമ്മളെ ടോയ്ലറ്റ് ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും ഒക്കെ നല്ല പോലെ ക്ലീനാക്കി എടുക്കാം കേട്ടോ. അതിന് അതുപോലെ തന്നെ നമ്മളെ ടോയ്ലറ്റിൽ ഉണ്ടാവണ ആ ഒരു എന്താ പറയുക വഴുക്കൽ പായൽ കാര്യങ്ങളൊക്കെ നീങ്ങി പോകും കേട്ടോ. കണ്ടില്ലേ, ഇപ്പം തന്നെ കണ്ടില്ലേ, ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ കണ്ടില്ലേ ആ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നല്ല പോലെ ഇളകി പോകുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് 2 സാധനങ്ങളായ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ആ 2 സാധനങ്ങൾക്കും നമ്മൾ യാതൊരുവിധ പൈസയും കൊടുക്കണ്ട കേട്ടോ. ഒന്ന് നമ്മളെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ്, ഒന്ന് പിന്നെ നമ്മൾ എന്തായാലും മേടിക്കും. അത് മേടിക്കാത്ത വീടുകൾ ചുരുക്കം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അതെന്തായാലും മേടിക്കും. എല്ലാ വീട്ടിലും അത് നിർബന്ധമായിട്ടും ഉണ്ടാവും. കണ്ടില്ലേ, എൻ്റെ ടോയ്ലറ്റ് ഇത്രയും ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പഴയതായതുകൊണ്ട് ഇത്രയേ കിട്ടുള്ളൂ. കൂടുതൽ നമ്മൾ പരീക്ഷിച്ചിട്ട് കാര്യമില്ല, ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത്രയും ഭംഗിയിൽ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. അതും ഈ ഒരു വീട്ടിൽ ഉള്ള 2 സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ക്ലീൻ ആക്കിയതല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അതിനു മുൻപ് നമ്മുടെ ബാത്റൂം കൂടെ ക്ലീൻ ചെയ്യണത് അതിൻ്റെ കോലം കൂടെ കാണിച്ചു തരാം. ഇത് പിന്നെ കുറച്ച് പുതിയതാണ് കേട്ടോ, അത്ര വലിയ പഴക്കവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ 2 ദിവസം വീട്ടിൽ പോയി വന്നപ്പോഴുള്ള ഈ 2ൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നല്ല പോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളല്ലേ ആളുകൾ, നമുക്ക് പിന്നെ ഇതൊന്നും വൃത്തിയായി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഉറക്കമുണ്ടാവില്ല. അപ്പോൾ ഞാനും തന്നെ ആ ഒരു പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ചളിയും അതുപോലെ തന്നെ ചെറുതായിട്ട് പായലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ക്ലീൻ ചെയ്യാൻ ആദ്യമായിട്ട് വേണ്ടത് നമ്മളെ ഈ ഒരു അടുപ്പിലെ ചാരാണ് കേട്ടോ. വിറകടുപ്പിൽ കിട്ടുന്ന ഈ ഒരു ചാരാണ് നമുക്ക് ആവശ്യം. അത് വേണമെങ്കിൽ തരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാൻ തരിച്ചാണ് എടുത്തിട്ടുള്ളത്, കല്ലും കുറുമ്പൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു പഴയ ചില്ലടയിൽ തരിച്ചിട്ട് എടുത്തതാട്ടോ. തരിക്കാതെ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചെയ്തത് നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. ആദ്യം തന്നെ ടോയ്ലറ്റ് ഒന്ന് ഞാൻ ടോയ്ലറ്റ് അല്ല ബാത്റൂം ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അടുപ്പിലെ ചാരം വെതറി കൊടുക്കാം. നമ്മൾ ടോയ്ലറ്റിലും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒന്ന് വെതറി കൊടുക്കണം. ഉണങ്ങിയ പ്രതലത്തിൽ ഇത് അത്ര പിടിക്കില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടോയ്ലറ്റ് ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും ഒന്ന് നനച്ച് കൊടുക്കുക. എങ്കിൽ മാത്രമാണ് ആ ഒരു ഇതിൽ പിടിക്കുക. അതിനുശേഷം നമ്മൾ ടോയ്ലറ്റ് ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും ആ ഒരു സ്ഥലത്ത് മുഴുവനും ഇതൊന്ന് വെതറി കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സോപ്പ് പൊടിയാണ് കേട്ടോ. ഇതും നമ്മുടെ വീട്ടിൽ ധാരാളം ഉള്ളത് തന്നെയാണ്, ഏത് വീട്ടിലും ഇല്ലാതിരിക്കില്ല. ഇതും അതേപോലെ തന്നെ നമ്മൾ വെണ്ണീര് വെതറിയ പോലെ തന്നെ ടോയ്ലറ്റിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലും മൊത്തം ഒന്ന് വെതറി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു നല്ലൊരു ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ ഉരച്ച് കൊടുക്കുക. പിടിയുള്ള ബ്രഷ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഇതാണ് യൂസ് ചെയ്തതെന്നുള്ളൂ. നമ്മുടെ ടോയ്ലറ്റിലുള്ള ആ ഒരു പായൽ അതുപോലെ തന്നെ എണ്ണമയം കാര്യങ്ങളൊക്കെ നല്ല പോലെ ക്ലീനായി പോരുട്ടോ. കാരണം ആ ഒരു സംഭവങ്ങളൊക്കെ വലിച്ചെടുക്കാനും അതൊക്കെ ഇളക്കിയെടുക്കാനുള്ള ശക്തി എന്തിനുണ്ട്, നമ്മളെ ഈ ഒരു വെണ്ണീരിന് നല്ല പോലെ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ പാത്രങ്ങളൊക്കെ കരി പിടിച്ച പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കാനൊക്കെ ഈ ഒരു വെണ്ണീര് നല്ല യൂസാണ് കേട്ടോ. ബാത്റൂമിൻ്റെ എല്ലാ വശം നല്ല പോലെ ഉരച്ച ശേഷം നല്ല പോലെ വെള്ളം അടിച്ച് തന്നെ അത് കഴുകി കളയണം. കാരണം ആ വെള്ളത്തിൽ ഇങ്ങോട്ട് ഒലിച്ച് പോകണം. ആ ഒരു പായലും വെണ്ണീരും സോപ്പും പൊടിയും കാര്യങ്ങളൊക്കെ നല്ല പോലെ ഒലിച്ച് പോകണം. അതുപോലെ നമ്മുടെ ടോയ്ലറ്റിൽ ഉണ്ടാവണം ആ വഴുക്കൽ അതുപോലെ പായൽ കാര്യങ്ങളൊക്കെ ഇല്ലാതാവും കേട്ടോ. ഇനി മുതൽ നമ്മൾ ഈ ഒരു രീതി ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ നല്ലതാണ് കേട്ടോ. കാരണം ആ വഴുക്കലും കാര്യങ്ങളൊക്കെ ഇല്ലാതാവുമല്ലോ. കാരണം ബാത്റൂമിൽ കയറിയാൽ അപകടങ്ങൾ സംഭവിക്കൽ പതിവാണ്. അപ്പം അതൊക്കെ ഇല്ലാതിരിക്കും കേട്ടോ. എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലെ ബാത്റൂമും ടോയ്ലറ്റും